കലാഭവൻ മണി, ദേശീയ ഫുട്ബോൾ ടീം പരിശീലകൻ ടി.കെ. ചാത്തുണ്ണി തുടങ്ങിയ പ്രഗത്ഭരുടെ സ്മരണകൾ കുടികൊള്ളുന്ന ചാലക്കുടിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിന് കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. കോട്ട ഭദ്രമെന്ന് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ചാലക്കുടിയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നതായി LDFും പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 36-ൽ 26 സീറ്റുകളും നേടിക്കൊണ്ടായിരുന്നു UDF ഭരണസമിതി അധികാരത്തിൽ വന്നത്. 2 സ്വതന്ത്രന്മാർ പിന്നീടും ഒരു സ്വതന്ത്ര ഏതാനും ദിവസങ്ങൾക്ക് മുൻപും കോൺഗ്രസിൽ ചേർന്നിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് തന്നെ UDFന് ഏറ്റവും ഭൂരിപക്ഷമുള്ള നഗരസഭയായി ചാലക്കുടി മാറി. VO പൈലപ്പിനിലൂടെ ഭരണത്തിന് തുടക്കമിട്ട കൗൺസിലിൽ പിന്നീട് കോൺഗ്രസിലെ തന്നെ എബി ജോർജ് ചെയർമാനായി. ഒടുവിലത്തെ ഒരു വർഷം നഗരസഭാ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ഷിബു വാലപ്പനാണ്. സുവർണ ജൂബിലി പിന്നിടുന്ന ചാലക്കുടി നഗരസഭയിൽ വികസന നേട്ടങ്ങളുടെ വലിയൊരു പട്ടികയുണ്ടെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ അവകാശപ്പെട്ടു. സമ്പൂർണ്ണ ടൗൺ മാസ്റ്റർ പ്ലാൻ പ്രാവർത്തികമാക്കി. രാജീവ് ഗാന്ധി ടൗൺ ഹാൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കലാഭവൻ മണി പാർക്കിന്റെ 2ാം ഘട്ടം പൂർത്തിയാക്കി. അർബൻ ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യമായി ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങൾ. ഇങ്ങനെ നീളുന്നു നേട്ടപ്പട്ടിക. നഗരസഭയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പരിപാടികളും അതിൻ്റെ പരമാവധിയിൽ പൂർത്തീകരിക്കാനും ലക്ഷ്യത്തിലെത്തിക്കാനും ഒക്കെ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കി. വിദ്യാഭ്യാസ കായിക മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കി. ഭവന നിർമ്മാണത്തിലും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും മാലിന്യ സംസ്കരണത്തിലും സമാനതകളില്ലാത്ത മുന്നേറ്റമെന്നും ഭരണ നേതൃത്വം പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും നൂതനമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് നമുക്ക് സാധ്യമായി. പുതിയ കെട്ടിടങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമായി. 3 തവണ ചെയർമാൻമാരെ മാറ്റിയതിലൂടെ ഗ്രൂപ്പ് പോരുകൾക്ക് മാത്രമായിരുന്നു UDF ഭരണസമിതി സമയം ചെലവഴിച്ചതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഭരണസമിതിയുടെ പിടിപ്പുകേടിനെ തുടർന്ന് 400 വിധവകൾക്ക് സർക്കാർ പെൻഷൻ നഷ്ടപ്പെട്ടു. കൊട്ടിഘോഷിച്ചാവിഷ്കരിച്ച സുവർണഗൃഹം പദ്ധതി പരാജയമായി. പല പദ്ധതികളും തറക്കല്ലിടലിൽ ഒതുങ്ങിയെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ചെയർമാൻ 3, അതുപോലെ 18 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എങ്ങനെ മാറി ഭരിക്കുകയല്ലാതെ വേറൊരു നേട്ടം പോലും ചാലക്കുടി നഗരസഭയ്ക്ക് എടുത്തു പറയാനായിട്ട് കാണില്ല. ഈ മാറി മാറി ഭരിച്ചപ്പോൾ 18 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വന്നപ്പോൾ പോലും 2 SC വിഭാഗം ഉണ്ടായിരുന്നു. അവരെ പോലും അവഗണിക്കുന്ന രീതിയാണ് ചാലക്കുടി നഗരസഭ ചെയ്തിട്ടുള്ളത്. കലാഭവൻ മണി സ്മാരകത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ എവിടെയെന്നാണ് മറ്റൊരു ചോദ്യം. UDF ഭരണസമിതി എടുത്തു പറയുന്ന ടൗൺ ഹാളിന്റെ നിർമ്മാണം 90% പൂർത്തിയാക്കിയത് മുൻ ഭരണസമിതിയുടെ കാലയളവിലായിരുന്നുവെന്നും പ്രതിപക്ഷം പറയുന്നു. പാഴ്വാക്കുകൾ പറയാതെ അല്ലാതെ ഒരു കാര്യം പോലും ചെയ്യാനായിട്ട് ഇന്ന് ചാലക്കുടി നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. ഈ ഭരണം വളരെയധികം മോശമായ രീതിയിലാണ്. ഇവർക്ക് മാറി മാറി ഭരിക്കാൻ അല്ലാതെ കസേരക്കളികളല്ലാതെ വേറൊരു കാര്യം പോലും ചെയ്തിട്ടില്ല. പുനർവിഭജനത്തിന് ശേഷം ഒരു വാർഡ് കൂടിയ ചാലക്കുടിയിൽ ഇത്തവണ 37 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഇക്കുറി അധ്യക്ഷ സ്ഥാനം വനിതാ സംവരണമാണ്. ഭരണ തുടർച്ച ഉറപ്പെന്നാണ് UDF പ്രതീക്ഷ. എന്നാൽ ഭരണം തിരിച്ചുപിടിക്കാൻ സർവ്വശക്തിയും സംഭരിച്ചാണ് LDF ഇറങ്ങിയിരിക്കുന്നത്. 3 സീറ്റെങ്കിലും പിടിക്കുമെന്നാണ് BJP നേതൃത്വത്തിന്റെ അവകാശവാദം. വികസനവും വിവാദവുമെല്ലാം ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചയാണ്. ചാലക്കുടിയുടെ പോരാട്ട രംഗത്ത് മുന്നണികളുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി ശ്രദ്ധയുണ്ടാകുമെന്ന് ഉറപ്പ്.